എന്നെ ഏൽപ്പിച്ച വിഷയം BA റിസർച്ച് സ്കോളർ എന്നുള്ളതാണ്. നോർമലി ഇന്ന് വളരെ ക്യുക്കായിക്കൊണ്ട് ഒരു കരിയർ സീക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഡിഗ്രിയും PG ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കെങ്ങനെ ഒരു ജോബ് നേടാം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കൂടുതൽ കാലം പഠിക്കുക എന്നുള്ളത് ആർക്കും അത്ര താല്പര്യമുള്ള വിഷയമല്ല. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത്, ഒരുപക്ഷെ നിങ്ങളെ UG കോഴ്സോ അല്ലെങ്കിൽ PG കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നേടാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു ഡിഗ്രിയെക്കുറിച്ചാണ്. അപ്പോൾ കുറേ കാലം ക്ഷമയോടെ പഠിച്ച് നേടേണ്ട ഒരു ഡിഗ്രിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ഈ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, കുട്ടിക്കാലത്തെ ശാസ്ത്രത്തോടും അല്ലെങ്കിൽ ഗവേഷണങ്ങളോടൊക്കെ അഭിരുചിയുള്ള കുറേ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഏതെങ്കിലും സയൻറ്റിസ്റ്റുകളുടെ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു റിസർച്ച് സ്കോളറുടെ ലൈഫ്, റിസർച്ചിൻ്റെ രീതി, ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് റിസർച്ച് ചെയ്യാം, എപ്പോൾ റിസർച്ച് ചെയ്യാം, എങ്ങനെയായിരിക്കണം റിസർച്ച് എന്നുള്ളതിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൂ ഈസ് എ റിസർച്ച് സ്കോളർ, ആരാണ് ഒരു ഗവേഷകൻ എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്നത് സ്റ്റുഡൻസ് ആൻഡ് സ്കോളർ എന്നുള്ള വാക്കുകളായിരിക്കും നമ്മൾ പഠനകാലത്ത് കൂടുതൽ കേൾക്കുക. അപ്പോൾ ആരാണ് ഒരു സ്കോളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലെ അറിവിൻ്റെ കൂടെ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അറിവിൻ്റെ ഉൽപ്പാദനത്തിൽ പങ്കാളികളാകുന്ന ആളുകളെയാണ് നമ്മൾ സ്കോളേഴ്സ് എന്ന് പറയാം. സാധാരണ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ അപ്പുറം എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണം, അന്വേഷണ ത്വര ഉള്ള ആളുകളെയാണ് നമ്മൾ സ്കോളേഴ്സ് എന്ന് വിളിക്കാം. പൊതുവെ ഈ കൂട്ടർ അവരുടെ സ്വന്തമായ ചുറ്റുവട്ടങ്ങളിൽ പ്രത്യേകിച്ചുള്ള സോഷ്യൽ സ്കില്ലുകളൊന്നും കാണിക്കാതെ ഏതെങ്കിലും റിസർച്ച് ലാബുകളിലോ മറ്റൊക്കെ ചടഞ്ഞുകൂടിയിരുന്ന് സമയവും ദൈർഘ്യവും ഒന്നും പരിഗണിക്കാതെ നീണ്ട കാലത്ത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇതിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് പ്രശസ്തരായി മാറുന്നുള്ളൂ. ഇപ്പം നിങ്ങളൊരു സോഷ്യൽ സ്കില്ല്, അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ സ്പീക്കർ, മറ്റ് ഒരു MBBS ഡോക്ടർ എന്നൊക്കെ പറയുന്ന പ്രൊഫഷണലുകൾ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്ന പ്രൊഫഷണലുകളാണ്. ആ സമയത്ത് ഒരു സ്കോളർ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളോട് ഡയറക്റ്റ് സംവദിക്കാത്ത ഒരു വിഭാഗം ആളുകളാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ, മനുഷ്യ ചരിത്രത്തിൽ ഇത്രത്തോളം സുപ്രധാനമായ റോള് വഹിക്കുന്ന മറ്റൊരു വിഭാഗമില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്കും നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ അത്രത്തോളം സഹായിച്ചു കൊണ്ടിരിക്കുന്ന, എന്നാൽ പ്രത്യക്ഷത്തിൽ കാണാത്ത, പുറത്തു വരാത്ത, ലാബുകളിൽ സമയങ്ങൾ പരിഗണിക്കാതെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം താല്പര്യമുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ജനങ്ങളാൽ അറിയപ്പെടുന്നവരായി മാറുന്നത്. ഇപ്പോൾ കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയ അഹമ്മദ് സിവൈൽ നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. 1999 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ അമേരിക്കനാണ്. പക്ഷേ 2016 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഈ നോബൽ പ്രൈസ് കിട്ടിയ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. അതുവരെ പ്രശസ്തനല്ലാതിരുന്ന, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പോലും ആളുകൾ അറിയാതിരുന്ന ഒരു കെമിസ്റ്റ്, ഫെംറ്റോ കെമിസ്ട്രിയുടെ പിതാവായിട്ടാണ് ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. 6 മണിക്ക്, ഒരു പുലർച്ചെ 6 മണിക്ക് നോബൽ സമ്മാന ജേതാവിനെ പ്രഖ്യാപിക്കും. അതിൻ്റെ ഏകദേശം 20 മിനിറ്റ് മുമ്പ് സ്വീഡിഷ് നോബൽ അക്കാദമിയുടെ സെക്രട്ടറി ജനറലിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കോള് വരികയാണ്. അഹമ്മദ് സിവൈൽ, യു ആർ സെലക്റ്റഡ് ഫോർ ദി നോബൽ പ്രൈസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് 20 minutes ഓഫ് ദ പീസ് ഇൻ യുവർ ലൈഫ്. ഇനി 20 മിനിറ്റ് കൂടിയ സമാധാനത്തോടു കൂടി നിങ്ങളുടെ ലാബിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രശസ്തനായി മാറും. അപ്പം 20 മിനിറ്റ് മുമ്പ് സെക്രട്ടറി ജനറലിൽ നിന്ന് കോള് വന്നു. അങ്ങനെ 5:40 പുലർച്ചെ അദ്ദേഹം ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു. പിന്നീട് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആ 20 മിനിറ്റിന് ശേഷം, അന്ന് 6 മണി മുതൽ ഇദ്ദേഹം നോബൽ ജേതാവായി മാറി സമൂഹത്തിൽ ഒന്നടങ്കം
അറിയപ്പെടുന്ന ആളായി മാറി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിന് തിരക്കുകൾ കൊണ്ട് തിരക്കാണ്. എല്ലാ കോളേജുകളിലും പോകേണ്ടതുണ്ട്, പലയിടത്തും ഗസ്റ്റാണ്, പല രാജ്യങ്ങളിലും ഗസ്റ്റാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്ന ആളുകളിൽ നിന്ന് വളരെ കുറഞ്ഞ പേര് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഫേമസ് ആളുകളായി മാറുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു അത്രക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിഭാഗം ആൾക്കാരാണ് സ്കോളേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കരിയറിനെ കുറിച്ച് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്വിക്കായിട്ടുള്ള കരിയറിനെ കുറിച്ച് ധാരാളം കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റുഡൻസ് ലൈഫും സ്കോളേഴ്സ് ലൈഫും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളെ അക്കാദമിക് കരിയർ എന്ന് പറഞ്ഞാൽ വളരെ ടൈം ബൗണ്ടഡ് ആണ്. നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രി, 2 വർഷത്തെ PG, 1 വർഷത്തെ BEd ആണെങ്കിൽ 2 വർഷത്തെ BEd ആണെങ്കിൽ BEd, ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായി നടക്കും, ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ നടക്കും. നിങ്ങളെ ക്ലാസ് ടൈം 10 മണി മുതൽ 5 മണി വരെയാണ്. അതായത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എങ്കിൽ നിങ്ങളൊരു സ്കോളേഴ്സ് ലൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 24/7 നിങ്ങളൊരു വർക്ക് ഹോളിക്കായി വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആവാം. അത് കൃത്യമായ ടൈം ബൗണ്ട് ചിലപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ റിസർച്ചിൻ്റെതായ സ്ട്രഗിൾ, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ മറ്റൊരാളും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നുകൊള്ളണമെന്നില്ല. നിങ്ങൾ ഒരു സെയിം സിലബസ് അല്ല, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ടാസ്കുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ മറ്റൊരു നിങ്ങളൊരു റിസർച്ച് ഫീൽഡിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു ഫിനോമിനയാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. ഒരു പക്ഷേ നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടാവും, മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ഇപ്പോൾ AI കുറിച്ച് അല്ലെങ്കിൽ കോഡിങ്ങിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ കേട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ചെറിയ കോഡിങ് കോഴ്സുകളൊക്കെ പഠിച്ച് നിങ്ങൾ റിസർച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. റിസർച്ച് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു പക്ഷേ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ആദ്യം ഒന്ന് കുറയും. അതായത് നിങ്ങൾ എക്സ്പേർട്ട് ആകും തോറും അല്ലേ, നിങ്ങൾ നോളജ് ഇൻ ഫീൽഡ് ഇൻക്രീസ് ചെയ്യും തോറും നിങ്ങളുടെ അതിലുള്ള കോൺഫിഡൻസ് കുറച്ച് പതിയെ കുറഞ്ഞ് പിന്നീട് അത് ഡെവലപ്പ് ചെയ്യും. അതിന് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് പൊതുവേ നമ്മൾ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം പുതുതായിട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്നൊക്കെ തോന്നും, നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത്. പക്ഷെ നിങ്ങളത് പഠിച്ച് റിസർച്ചിലേക്ക് അത് മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. അല്ല, ആ താല്പര്യമുള്ളവർ, അങ്ങനെ ഒരുപാട് പഠിച്ച് നേടണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കുള്ള കരിയർ ഓപ്ഷൻസാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റിസർച്ചേഴ്സ് ഹെൽപ്പ് ഹാവ് സർവൈവ് ആൻഡ് ഗ്രോ. നമുക്കറിയാം, ഇപ്പം നോർമാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹരിത വിപ്ലവം. ലോകത്ത് പട്ടിണി മാറ്റിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് പട്ടിണി മാറ്റിയത്, ഇന്ത്യയിലെ പട്ടിണി മാറ്റിയത് നമ്മൾ MS സ്വാമിനാഥനെ കുറിച്ച് കേൾക്കാറുണ്ട്, സയൻറ്റിസ്റ്റാണ് അല്ലേ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വേൾഡിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന നോർമാൻ അല്ലേ. ഇപ്പോൾ ലൂയിസ് പാസ്റ്റർ, നമ്മൾ വാക്സിനെ കുറിച്ച്, റാബീസിനെ കുറിച്ച്, പേവിഷബാധയെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന പേവിഷബാധകളിൽ നിന്ന് ഒക്കെ നമ്മളെ രക്ഷിക്കാൻ സഹായിച്ച ധാരാളം ഗവേഷകർ അല്ലേ. അപ്പോൾ ഇത് സൊസൈറ്റിയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരാണ് ഇവർ. അപ്പോൾ അത് നമുക്ക് നിർബന്ധമാണ്, ഈ പറയുന്ന രൂപത്തിൽ റിസർച്ചുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് അനിവാര്യമായ സംഗതിയാണ്. ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇതിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഈ അന്വേഷണത്വരയുള്ള ആളുകൾ ഇതിലേക്ക് വരൽ നിർബന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് പേരെങ്കിലും റിസർച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാകൂ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ റിസർച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഈസ് കോമൺ സെൻസ് ഇനഫ് ടു സ്റ്റഡി നേച്ചർ. നമ്മൾ സാമാന്യ ബുദ്ധി മതിയോ, അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ നടത്തുമ്പോൾ നമ്മളെ നോർമൽ അപ്രോച്ചുകൾ മതിയോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളൊരു റിസർച്ച് സ്കോളറൊക്കായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. നമ്മൾ സാമാന്യ യുക്തി, സാമാന്യ മെത്തേഡുകളൊന്നും പോരാതെ വരും. ഉദാഹരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഫ്ലാറ്റ് എർത്ത് കോൺസെപ്റ്റ് എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ കോമൺ സെൻസിൽ കാണുന്നത് ഒരു പരന്ന ഭൂമിയും സൂര്യൻ നമുക്ക് മുകളിലൂടെ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതാണ്. അപ്പോൾ കോമൺ സെൻസിൽ മനസ്സിലാവുന്ന കാര്യങ്ങളായിക്കൊള്ളുന്നില്ല യഥാർത്ഥത്തിൽ സയൻറ്റിഫിക് ആയ ഫാക്റ്റ്. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രം കാണിച്ചിട്ട് നമ്മൾ ന്യൂസ് പേപ്പറുകളൊക്കെ കാണുന്നുണ്ട്. എപ്പോഴും നമ്മൾ ആ സമയത്ത് 2019 മുതൽ 2022 കാലഘട്ടങ്ങളിൽ നമ്മൾ നിരന്തരം ഈ ഫോട്ടോ കണ്ടുകൊണ്ടാണ് രാവിലെ പത്രം തുറക്കുക. ആ സമയത്തൊക്കെ നമ്മൾ പല നിറത്തിലുള്ള കൊറോണ വൈറസിൻ്റെ ചിത്രങ്ങൾ കാണും. കൊറോണ വൈറസിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ചിത്രം കണ്ട് നമ്മൾ ഒരു കളർ പറയും, ശരിക്കും ഇതൊരു ഫോൾസ് കളറാണ്. അതായത് കൊറോണ വൈറസിന് കളറില്ല, കളർ ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും മീനിങ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ കോമൺ സെൻസ് എന്നുള്ളത് പലപ്പോഴും യോജിക്കാതെ വരും നിങ്ങൾ റിസർച്ച് ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ കോമൺ സെൻസ് പറ്റാതെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചില ഫിലോസഫിക്കൽ ടെസ്റ്റുകൾ വേണം. അതായത് എങ്ങനെയാണ് നമ്മളൊരു റിസർച്ച് ചെയ്യേണ്ടത്, റിസർച്ചിൻ്റെ മെത്തഡോളജിയിൽ നിന്ന് അല്പം ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു. നിങ്ങൾ റിസർച്ചൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് റിസർച്ചിൽ മാത്രമല്ല കേട്ടോ. അതായത് നമ്മൾ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾ സമീപിക്കുകയാണെങ്കിലും നിങ്ങൾ ലോജിക്കലായിട്ട് ഒരു കാര്യത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ലൈഫിലെ ഏത് കാര്യം, ഒരു വാഹനം എടുക്കുന്ന കാര്യങ്ങളായാൽ പോലും സയൻസ് ഒരു ശരിയെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി ഉണ്ട്, റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന മെത്തഡോളജി. ഇതിൽ നിന്ന് പറ്റാവുന്ന മെത്തഡോളജിയിലൂടെ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ശരിയായ വിഷയങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. അതായത് എംപരിസിസ് എന്ന് പറയും, അതായത് നമ്മൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുക. നമ്മൾ കണ്ടറിയുക, കേട്ടറിയുക, തൊട്ടറിയുക, നമ്മൾ ടെലിസ്കോപ്പിലൂടെ അറിയുക, മൈക്രോസ്കോപ്പിലൂടെ അറിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെടും. റിപ്പീറ്റബിലിറ്റി, നിങ്ങളൊരു ഉണ്ടാക്കിയ റിസൾട്ട് മറ്റു പലർക്കും അത് റിപ്പീറ്റ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. മറ്റൊന്ന് ഫോൾസിബിലിറ്റി എന്ന് പറയും, അസത്യവൽക്കരണം എന്ന് പറയും. റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ പ്രധാനമായിട്ടും എൻ്റെ ഫിലോസഫി പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫോൾസിബിലിറ്റി എന്ന് പറയും. അതായത് നിങ്ങളുടെ കണ്ടുപിടുത്തം മറ്റൊരാൾക്ക് പരിശോധിച്ച് നോക്കാനോ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറയും, അല്ലേ? ഒബ്ജക്റ്റിവിറ്റി, അതായത് വസ്തുനിഷ്ഠമായിരിക്കണം, എല്ലാവർക്കും അത് പരിശോധിച്ചാൽ മനസ്സിലാവണം. അങ്ങനെ കുറേ കാര്യങ്ങൾ റിസർച്ച് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കൂടാതെ നമ്മൾ ഈ റിസർച്ച് ഫീൽഡിൽ നമ്മൾ സമൂഹവുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും ബിവെയർ ഓഫ് ഫേക്ക് ആൻഡ് പെയ്ഡ് റിസർച്ച്, അതായത് ഫേക്ക് റിസർച്ചുകൾ, പെയ്ഡ് റിസർച്ചുകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു റിസർച്ച് സ്കോളർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണെങ്കിൽ, ഈ പറയുന്ന ഫേക്ക് റിസർച്ചിനെ കുറിച്ചും പെയ്ഡ് റിസർച്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾ ബോധവാന്മാരാകുകയും അതിൽ നിന്ന് പിന്മാറുകയും വേണം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ഒന്നും ഇപ്പോൾ ഞാൻ പരിമിതി പോലും സംസാരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ റുബെല്ല വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടിസം വരുന്നൊക്കെയുള്ള ചില കേസുകൾ ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് 1998 ഒരു UK ഒരു സയൻറ്റിസ്റ്റ് മിസ്ലീഡ് ചെയ്ത റിസൾട്ടാണ്. ആ റിസൾട്ട് ഇന്നും നമ്മുടെ നാട്ടിൽ പോലും അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ ചില ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ വരും എന്നൊക്കെയുള്ള കേസുകൾ. അത് ശരിക്കും അതൊരു പെയ്ഡ് റിസർച്ച് ആയിരുന്നു, ഫേക്ക് റിസർച്ച് ആയിരുന്നു. പിന്നീട് തെളിയിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്ത പേപ്പറുകളൊക്കെ റിസർച്ച് ജേണലുകളിൽ നിന്ന് റിമൂവ് ഒക്കെ ചെയ്തു. അപ്പോൾ അത്തരം ധാരാളം ഇൻസിഡൻസ് നിങ്ങൾക്ക് റിസർച്ച് ഇതിനകത്ത് കാണാം. ഇനി നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഇത്തരം ധാരാളം ഫേക്ക് റിസൾട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ, നിങ്ങൾ ഏത് ഫീൽഡിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിലും ആ ഫീൽഡിലെ റിസർച്ച് മെത്തഡോളജി നിങ്ങൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് പറയാം. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിസർച്ചൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് ക്വിക്കായിട്ടൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് നമ്മൾ റിസർച്ച് തുടങ്ങുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും, ഒരു പ്രോബ്ലത്തിൽ നിന്നായിരിക്കും. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് ഒരു ഗഹനമായ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ പർപ്പസ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന പഠനങ്ങൾ, അതിനെ നമ്മൾ റിവ്യൂസ്, ലിറ്ററേച്ചർ റിവ്യൂസ് എന്ന് പറയും. അവൈലബിൾ ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള റിവ്യൂസ്, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ മുഴുവൻ നിങ്ങൾ കളക്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങളൊരു ഹൈപ്പോത്തീസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, അല്ലേ? പിന്നെ റിസർച്ച് ഡിസൈൻ. ഇനി ഒരു ഹൈപ്പോത്തീസിസായി ഡാറ്റ കളക്ട് ചെയ്തു, ഇനി ഈ റിസർച്ച് ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനകത്തുള്ള എല്ലാ സ്റ്റെപ്സും ഞാൻ അങ്ങനെ പറയുന്നില്ല, നമ്മൾ സന്ദർഭോചിതമായിട്ട് എല്ലാ സ്റ്റെപ്സും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ്, നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പീർ റിവ്യൂ എന്ന് പറയും. നിങ്ങൾ റിസർച്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിസർച്ച് കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഗൈഡിനെ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഗൈഡിൻ്റെ പീർ റിവ്യൂഡ് ജേണൽസ് നിങ്ങൾ ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് അന്വേഷിക്കണം. അദ്ദേഹം ഏതെല്ലാം ജേണലുകളിലാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനെ പീർ റിവ്യൂഡ് എന്ന് പറയും. പീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന, പീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പീർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാറില്ലേ. അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഏരിയയിലെ സമാനമായ റിസർച്ച് ചെയ്യുന്ന എക്സ്പേർട്ടുകളിലേക്ക് നമ്മളെ റിസൾട്ട് അയച്ചു കൊടുത്ത് പരിശോധിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് ആ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ജേണലുകൾ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പീർ റിവ്യൂ എന്ന് പറയാം. ആ പീർ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമൂഹത്തിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ, റിസർച്ച് പബ്ലിഷ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ റിസർച്ച് കരിയർ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ പറയുന്ന പോലെ
ഇതൊരു ടൈം ബൗണ്ട് ഡിഗ്രി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇത് സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ റൂമിനകത്തിരുന്ന് നിങ്ങളെ ലാബിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരു പക്ഷേ വരും നൂറ്റാണ്ടുകളോളം മനുഷ്യരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇന്ത്യയിലാണ് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് BSc പ്രോഗ്രാമുകൾ കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ PG കോഴ്സുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IITs, IAS, NITകൾ, ISER, TIFR, IIN തുടങ്ങിയ ധാരാളം ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. പിന്നെ റിസർച്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതിന് പൊതുവെ നിങ്ങളെ റിസർച്ച് ഡിഗ്രി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും. ആ ഫെലോഷിപ്പ് പല രീതിയിലുണ്ട്. നിങ്ങൾ PG കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് UGC, CSIR, നെറ്റ്, JRF ക്വാളിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിസർച്ചിന് ജോയിൻ ചെയ്യാം. ഇന്ത്യയിൽ തന്നെ നിലവിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് പെയ്ഡ് ആയിട്ടുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഡോക്ടറൽ ഡിഗ്രി ഫെലോഷിപ്പാണ്. അത് ഏകദേശം ഒരു 75,000-80,000 വരും. നോർമൽ നമ്മുടെ ഈ CSIR, UGC, നെറ്റ്, JRF എന്ന് പറയുന്നത് ഒരു അറൗണ്ട് 40,000. ആദ്യ 2 വർഷങ്ങളിൽ 37 പിന്നെ 42 ഒക്കെ കിട്ടുന്ന ഒരു ഫോർമുലേഷനാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലാതെ ഇപ്പോൾ JRF അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇൻസ്പയർ ഫെലോഷിപ്പ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിന് കിട്ടുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഗേറ്റ് പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, UGയും PG ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. ഗേറ്റ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫെലോഷിപ്പുകളിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇൻ്റർനാഷണൽ റിസർച്ച് ഫെലോഷിപ്പ്, ഇത് കുറച്ചും കൂടി ഇതിൽ ചിലതൊക്കെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളതാണ്, നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ഹൈലി ടാലൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്താൽ കിട്ടാവുന്ന ചില ഫെലോഷിപ്പുകളാണ് DAD, അതുപോലെ മേരി ക്യൂറി, ഫുൾ ബ്രൈറ്റ്, കോമൺവെൽത്ത് തുടങ്ങിയ PhD ഫെലോഷിപ്പുകൾ. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാം. എങ്ങനെയാണ് ഇത്തരം ഫെലോഷിപ്പുകളിലേക്ക് അപ്ലൈ ചെയ്യുക, ഏത് സമയത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന് ശേഷവും എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ വിദേശത്തേക്ക് PhDക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രസ്റ്റീജിയസ് ഫെലോഷിപ്പിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പുകളായിരിക്കും. നിങ്ങൾ താല്പര്യമുള്ള ഒരു ഏരിയ, നിങ്ങൾ ഫൈൻഡ് എ PhD പോലത്തെ വെബ്സൈറ്റുകൾ, ലിങ്ക്ഡിൻ പോലത്തെ വെബ്സൈറ്റുകളൊക്കെ കയറി നിങ്ങൾ ഇഷ്ടമുള്ള റിസർച്ച് ഏരിയ കണ്ടെത്തി അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പിന്നെ ലിങ്ക്ഡിനിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ട് അവർക്ക് പേഴ്സണൽ ഇമെയിൽ അയച്ച് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കയറാം. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും കയറുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു വിദേശ രാജ്യത്ത് നിങ്ങളൊരു PhDക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഇന്ത്യയിൽ PhDക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വേണ്ടാത്തതും എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടതുമായ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് SOP ആൻഡ് PS എന്ന് പറയും. ഈ വാക്ക് റിസർച്ച് അപ്ലൈ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു വാക്കാണ്. SOP ഓർ PS എന്ന് പറയും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങളോട് SOP ആയിരിക്കും ചോദിക്കുക. നിങ്ങളുടെ CV ചോദിക്കും, നിങ്ങളുടെ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ്, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ UGയുടെയും PGയുടെയും നിങ്ങളുടെ +2ൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കും. അതിന് പുറമെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ചോദിക്കും, ഒരു 2 പ്രൊഫസർമാരുടെ റെക്കമെൻഡേഷൻ. അതിന് കൂടാതെ പിന്നെ നിങ്ങൾ വിദേശത്ത് PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ TOEFL, IELTS, GRE പോലത്തെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ പോലും നിങ്ങൾക്ക് PhDക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടും അല്ല പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടും 2 രീതിയിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചോദിക്കാറുണ്ട്. ഇതിൽ SOP ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണ്, നിങ്ങൾക്ക് ഈ ഫീൽഡിനുള്ള താല്പര്യം എന്താണ്, നിങ്ങൾ ഈ ഫീൽഡിനെ കുറിച്ച് എത്രത്തോളം അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ സമയത്ത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചോദിക്കാറുള്ളത് ഈ PS എന്ന് പറയുന്നത്, അത് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്. നിലവിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ എന്തെല്ലാം സ്കില്ലുകളുണ്ട്, നിങ്ങളെ ഞങ്ങൾ എടുത്താൽ ഞങ്ങൾക്കുള്ള ബെനിഫിറ്റുകൾ എന്താണ് എന്നൊക്കെയാണ് ഇതിലൂടെ നമ്മൾ കാണിക്കേണ്ടത്. ഓൾറെഡി എനിക്ക് ഇന്ന സ്കില്ലുണ്ട്, ഇന്ന ഏരിയയിൽ ഞാൻ ഓൾറെഡി ചെറിയ രൂപത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്.
ഒരു റിസർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം നിലവിൽ ഉള്ള കാര്യങ്ങളോട് ശരിയായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് പറയാം. അത് എല്ലാ ആൻസറുകളും അദ്ദേഹത്തിന് ഒരു പക്ഷെ കണ്ടെത്താൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അദ്ദേഹം ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഒരു റിസർച്ച് സ്കോളറിന്റെ പ്രധാന ദൗത്യം എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.